രണ്ട് രാജാക്കന്മാർ അധ്യായം 6. പ്രവാചകഗണം എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ്. നമുക്ക് ജോർദാൻ അരികെ ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം. അവൻ മറുപടി പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു, ദയവായി അങ്ങും ഈ ദാസന്മാരോടുകൂടെ വരണം. വരാം, അവൻ സമ്മതിച്ചു. അവൻ അവരോടുകൂടെ പോയി. അവർ ജോർദാനിലെത്തി മരം മുറിച്ചു. തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ യജമാനനെ, അത് കടം വാങ്ങിയതാണ് എന്ന് അവൻ നിലവിളിച്ചു. എവിടെയാണ് അത് വീണത്? ദൈവപുരുഷൻ ചോദിച്ചു. സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്ക് എറിഞ്ഞു. അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു. അതെടുക്കുക, എലീഷ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. പാളയമടിക്കേണ്ട സ്ഥലം രാജാവ് ഭൃത്യന്മാരുമായി ആലോചിച്ചുറച്ചു. നീ ഇങ്ങോട്ട് കടക്കരുത്, സിറിയക്കാർ അവിടം ആക്രമിക്കാനിരിക്കുകയാണ് എന്ന് ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന് സന്ദേശമയച്ചു. ദൈവപുരുഷൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു. ഇങ്ങനെ പലപ്പോഴും ദൈവപുരുഷൻ മുന്നറിയിപ്പ് നൽകുകയും രാജാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി. അവൻ ഭൃത്യന്മാരോട് ചോദിച്ചു, നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നിലകൊള്ളുന്നവനെ നിങ്ങൾ കാണിച്ചു തരികയില്ലേ? ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, രാജാവേ, നമ്മുടെ ഇടയിൽ ആരുമില്ല. കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായ എലീഷ ആണ്. പോയി അവനെ കണ്ടുപിടിക്കുക, അവൻ ആജ്ഞാപിച്ചു. ഞാൻ ആളയച്ച് അവനെ പിടിക്കും. അവൻ ദോഥാനിലുണ്ടെന്ന് അവർ അറിയിച്ചു. രാജാവ് രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടേക്ക് അയച്ചു. അവർ രാത്രി നഗരം വളഞ്ഞു. ദൈവപുരുഷന്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എലീഷ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു. എലീഷയ്ക്ക് ചുറ്റും മല ആഗ്നേയരഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സിറിയക്കാർ തനിക്കെതിരെ വന്നപ്പോൾ എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ. എലീഷയുടെ പ്രാർത്ഥന അനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കി. അപ്പോൾ എലീഷ അവരോട് പറഞ്ഞു, വഴി ഇതല്ല, പട്ടണവും ഇതല്ല. എന്നെ അനുഗമിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അവൻ അവരെ സമറിയയിലേക്ക് നയിച്ചു. അവർ സമറിയയിൽ പ്രവേശിച്ച ഉടനെ എലീഷ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരുടെ കണ്ണുകൾ തുറക്കണമേ, ഇവർ കാണട്ടെ. കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു. തങ്ങൾ സമറിയയുടെ മധ്യത്തിലാണെന്ന് അവർ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീഷായോട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഞാൻ ഇവരെ കൊന്നുകളയട്ടെ. അവൻ പറഞ്ഞു, അവരെ കൊല്ലരുത്. നിങ്ങൾ വാളും വില്ലും കൊണ്ട് പിടിച്ചടക്കിയവരെ കൊല്ലുമോ? അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക. അവർ ഭക്ഷിച്ച് സ്വന്തം യജമാനന്റെ അടുത്തേക്ക് പോകട്ടെ. രാജാവ് അവർക്ക് വലിയ വിരുന്നൊരുക്കി. ഭക്ഷിച്ച് തൃപ്തരായ അവരെ അവൻ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനന്റെ അടുത്തേക്ക് പോയി. സിറിയക്കാർ പിന്നീട് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ല. കുറെ കാലം കഴിഞ്ഞ് സിറിയ രാജാവായ ബെൻഹദാദ് സൈന്യം ശേഖരിച്ച് സമരിയ വളഞ്ഞു. അപ്പോൾ സമറിയയിൽ രൂക്ഷമായ ക്ഷാമമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 8 ഷെക്കൽ വെള്ളിയും 1/4 കാബ് കാട്ടുള്ളിക്ക് 5 ഷെക്കൽ വെള്ളിയും വിലയായിരുന്നു. ഇസ്രായേൽ രാജാവ് കോട്ടമേൽ നടക്കുമ്പോൾ ഒരുവൾ വിളിച്ചു പറഞ്ഞു, പ്രഭു രാജാവേ, സഹായിക്കണേ. അവൻ പറഞ്ഞു, കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും?
എൻ്റെ കയ്യിൽ ധാന്യമോ മുന്തിരിയോ ഉണ്ടോ? രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? അവൾ ഉണർത്തിച്ചു, ഇവൾ എന്നോട് പറഞ്ഞു, നിന്റെ മകനെ കൊണ്ടുവരിക, ഇന്ന് നമുക്ക് അവനെ ഭക്ഷിക്കാം, നാളെ എൻ്റെ മകനെ ഭക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ വേവിച്ച് തിന്നു. അടുത്ത ദിവസം ഞാൻ അവളോട്, നിന്റെ മകനെ കൊണ്ടുവരിക, നമുക്ക് അവനെ തിന്നാമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവനെ ഒളിപ്പിച്ചു കളഞ്ഞു. അവളിത് പറഞ്ഞപ്പോൾ രാജാവ് വസ്ത്രം കീറി. അവൻ കോട്ടമേൽ നടക്കുകയായിരുന്നു. ജനം നോക്കിയപ്പോൾ രാജാവ് അടിയിൽ ചാക്കുവസ്ത്രം ധരിച്ചിരിക്കുന്നു. രാജാവ് പറഞ്ഞു, ഷാഫാത്തിൻ്റെ പുത്രൻ എലീഷായുടെ തല ഇന്നു മുതൽ കഴുത്തിൽ ശേഷിച്ചാൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ. എലീഷ ശ്രേഷ്ഠന്മാരോടൊപ്പം വീട്ടിൽ ഇരിക്കുകയായിരുന്നു. രാജാവ് ഒരുവനെ പറഞ്ഞയച്ചു. അവൻ വന്നെത്തുന്നതിന് മുമ്പ് എലീഷ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ആ കൊലയാളി എൻ്റെ തല ഛേദിക്കാൻ ആളയച്ചിരിക്കുന്നത് കണ്ടോ? ദൂതൻ വരുമ്പോൾ വാതിലടച്ച് അവനെ തടഞ്ഞു നിർത്തുവിൻ. അവൻ്റെ യജമാനൻ്റെ കാലടി ശബ്ദമല്ലേ പിന്നിൽ കേൾക്കുന്നത്. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ രാജാവ് വന്ന് അവനോട് പറഞ്ഞു, ഈ ദുരിതം കർത്താവ് വരുത്തിയതാണ്. ഞാനിനി എന്തിന് കർത്താവിൻ്റെ സഹായം കാത്തിരിക്കണം? രണ്ട് രാജാക്കന്മാർ അധ്യായം 7. എലീഷ പറഞ്ഞു, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമറിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാർലി 1 ഷെക്കലിനും വിൽക്കപ്പെടും. രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? എലീഷ പ്രതിവചിച്ചു, നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. 4 കുഷ്ഠരോഗികൾ പ്രവേശന കവാടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നാം മരിക്കുവോളം ഇവിടെ ഇരിക്കുന്നത് എന്തിന്? നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ ക്ഷാമം, നാം മരിക്കും. ഇവിടെ ഇരുന്നാലും മരിക്കും. വരുവിൻ, നമുക്ക് സിറിയക്കാരുടെ പാളയത്തിലേക്ക് പോകാം. അവർ ജീവനെ രക്ഷിച്ചാൽ നാം ജീവിക്കും, അവർ കൊന്നാൽ മരിക്കും. അങ്ങനെ ആ സന്ധ്യയ്ക്ക് അവർ സിറിയക്കാരുടെ പാളയത്തിലേക്ക് പോയി. പാളയത്തിൻ്റെ അരികിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം രഥങ്ങളും കുതിരകളും അടങ്ങിയ ഒരു വലിയ സൈന്യത്തിൻ്റെ ശബ്ദം കർത്താവ് സിറിയൻ സൈന്യത്തെ കേൾപ്പിച്ചു. അവർ പരസ്പരം പറഞ്ഞു, ഇതാ ഇസ്രായേൽ രാജാവ് നമ്മെ ആക്രമിക്കുന്നതിന് ഹിത്യരുടെയും ഈജിപ്തുകാരുടെയും രാജാക്കന്മാരെ കൂലിക്കെടുത്തിരിക്കുന്നു. അങ്ങനെ അവർ ആ സന്ധ്യയ്ക്ക് പാളയവും കുതിരകളും കഴുതകളും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് പലായനം ചെയ്തു. കുഷ്ഠരോഗികൾ പാളയത്തിൽ കടന്ന് ഭക്ഷിച്ച് പാനം ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളും എടുത്ത് ഒളിച്ചുവെച്ചു. മറ്റൊരു കൂടാരത്തിൽ കടന്ന് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവെച്ചു. പിന്നെ അവർ പരസ്പരം പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വാർത്തയുടെ ദിവസമാണ്. നാം പ്രഭാതം വരെ മിണ്ടാതിരുന്നാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനാൽ രാജകൊട്ടാരത്തിൽ വിവരമറിയിക്കാം. അവർ നഗരവാതിൽക്കൽ കാവൽക്കാരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ സിറിയൻ പാളയത്തിൽ പോയി. കെട്ടിയിട്ട കുതിരകളും കഴുതകളും ഒഴികെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കൂടാരങ്ങൾ അതേപടി കിടക്കുന്നു. കാവൽക്കാർ കൊട്ടാരത്തിൽ വിവരമറിയിച്ചു. രാജാവ് രാത്രിയിൽ എഴുന്നേറ്റ് സേവകരോട് പറഞ്ഞു, സിറിയക്കാർ നമുക്കെതിരെ എന്താണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ പറയാം. നാം വിശന്നിരിക്കുകയാണെന്ന് അവർക്കറിയാം. അതിനാൽ നാം നഗരത്തിന് പുറത്തു കടക്കുമ്പോൾ നമ്മെ ജീവനോടെ പിടിക്കുകയും തങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് അവർ പാളയത്തിന് പുറത്ത് വെളിം പ്രദേശത്ത് ഒളിച്ചിരിക്കുകയാണ്. ഒരു സേവകൻ പറഞ്ഞു, ശേഷിച്ചിരിക്കുന്നവയിൽ നിന്ന് 5 കുതിരകളുമായി കുറച്ചുപേർ പോകട്ടെ. നശിച്ചു കഴിഞ്ഞ ഇസ്രായേൽ ജനത്തിന്റെ വിധി തന്നെ ആയിരിക്കും അവശേഷിച്ചിരിക്കുന്നവർക്കും.
നമുക്ക് അവരെ അയച്ചു നോക്കാം. പോയി നോക്കൂ എന്ന് പറഞ്ഞ് രാജാവ് തേരാളികളുടെ 2 സംഘത്തെ സിറിയക്കാരുടെ പാളയത്തിലേക്ക് അയച്ചു. അവർ ജോർദാൻ വരെ ചെന്നു. പാഞ്ഞുപോയ സിറിയക്കാർ ഉപേക്ഷിച്ച വസ്ത്രങ്ങളും ആയുധങ്ങളും വഴിനീളെ ചിതറിക്കിടക്കുന്നത് അവർ കണ്ടു. ദൂതന്മാർ മടങ്ങിവന്ന് രാജാവിനോട് വിവരം പറഞ്ഞു. അനന്തരം ജനം സിറിയക്കാരുടെ പാളയത്തിൽ കടന്ന് കൊള്ളയടിച്ചു. അങ്ങനെ കർത്താവ് അരുളി ചെയ്തതുപോലെ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാർലി 1 ഷെക്കലിനും വിൽക്കപ്പെട്ടു. രാജാവ് തൻ്റെ അംഗരക്ഷകനെ പടിവാതിലിൻ്റെ ചുമതലയേൽപ്പിച്ചു. പടിവാതിൽക്കൽ തിങ്ങിക്കൂടിയ ജനം ചവിട്ടിമെതിച്ച് അവൻ മരിച്ചു. തൻ്റെ അടുത്ത് വന്ന രാജാവിനോട് ദൈവപുരുഷൻ പറഞ്ഞിരുന്നതുപോലെ സംഭവിച്ചു. ദൈവപുരുഷൻ രാജാവിനോട് 2 അളവ് ബാർലി 1 ഷെക്കലിനും 1 അളവ് നേരിയ മാവ് 1 ഷെക്കലിനും നാളെ ഈ സമയം സമറിയയുടെ കവാടത്തിൽ വിൽക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് സംഭവിക്കുമോ എന്ന് ഈ പടത്തലവൻ ദൈവപുരുഷനോട് ചോദിച്ചിരുന്നു. അതിന് ദൈവപുരുഷൻ, നീ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എന്ന് ഉത്തരം നൽകി. അങ്ങനെ ഇത് സംഭവിച്ചു. ജനം പടിവാതിൽക്കൽ അവനെ ചവിട്ടിമെതിച്ചു. അവൻ മരിച്ചു. 2 രാജാക്കന്മാർ അധ്യായം 8. താൻ പുനർജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോട് ഏലീഷ പറഞ്ഞിരുന്നു, നീയും കുടുംബവും വീട് വിട്ട് കുറച്ചുകാലം എവിടെയെങ്കിലും പോയി താമസിക്കുക. കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും. അത് 7 വർഷം നീണ്ടു നിൽക്കും. അവൾ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. അവളും കുടുംബവും ഫിലിസ്ത്യരുടെ നാട്ടിൽ പോയി 7 കൊല്ലം താമസിച്ചു. അതിനുശേഷം അവൾ മടങ്ങിവന്ന് രാജാവിനോട് തൻ്റെ വീടും ഭൂമിയും തിരികെ തരണമെന്ന് അപേക്ഷിച്ചു. ഏലീഷ ചെയ്ത വൻ കാര്യങ്ങൾ അവൻ്റെ ഭൃത്യൻ ഗഹസിയോട് രാജാവ് ചോദിച്ചറിയുകയായിരുന്നു. ഏലീഷ മരിച്ചവനെ ജീവിപ്പിച്ച കാര്യം അവൻ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കെ ജീവൻ വീണ്ടു കിട്ടിയ കുട്ടിയുടെ അമ്മ രാജാവിൻ്റെ അടുത്ത് വന്ന് തൻ്റെ വീടും ഭൂമിയും ആവശ്യപ്പെട്ടു. ഉടനെ ഗഹസി, രാജാവേ, ഇവളുടെ മകനെയാണ് ഏലീഷ പുനർജീവിപ്പിച്ചത് എന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു. അവളുടെ വസ്തുവകകളും നാടുവിട്ടപ്പോൾ മുതൽ ഇന്നുവരെയുള്ള അവയുടെ ആദായവും അവൾക്ക് തിരികെ കൊടുക്കാൻ രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു. അക്കാലത്ത് ഏലീഷ ദമാസ്കസിലെത്തി. സിറിയ രാജാവായ ബെൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു. ദൈവപുരുഷൻ വന്നെന്ന് അറിഞ്ഞ് രാജാവ് ഹസായേലിനോട് പറഞ്ഞു, നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോ എന്ന് കർത്താവിനോട് ആരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക. അവൻ ദൈവപുരുഷനെ കാണാൻ ചെന്നു. ദമാസ്കസിൽ നിന്ന് 40 ഒട്ടകച്ചുമട് സാധനങ്ങൾ സമ്മാനമായി എടുത്തിരുന്നു. അവൻ വന്ന് ഏലീഷായോട് പറഞ്ഞു, നിന്റെ മകൻ സിറിയ രാജാവായ ബെൻഹദാദ് താൻ രോഗവിമുക്തനാകുമോ എന്നറിയാൻ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു. ഏലീഷ പറഞ്ഞു, തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക. എന്നാൽ അവൻ നിശ്ചയമായും മരിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ അസ്വസ്ഥനാകുവോളം ഏലീഷ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു. പിന്നെ കരഞ്ഞു. ഹസായേൽ ചോദിച്ചു, പ്രഭോ, എന്തിനാണ് അങ്ങ് കരയുന്നത്? അവൻ പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ട് തന്നെ. നീ അവരുടെ കോട്ടകൾക്ക് തീ വയ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചുകൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും. ഹസായേൽ ചോദിച്ചു, നിസാരനായ ഈ ദാസന് ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമോ? ഏലീഷ പ്രതിവചിച്ചു, നീ സിറിയയിൽ രാജാവാകുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അനന്തരം അവൻ തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് മടങ്ങി. യജമാനൻ ചോദിച്ചു, ഏലീഷ എന്തു പറഞ്ഞു? അവൻ മറുപടി പറഞ്ഞു,
അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവനൊരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി രാജാവിൻ്റെ മുഖത്തിട്ടു. അങ്ങനെ അവൻ മരിച്ചു. ഹസായേൽ രാജാവായി. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ 5-ാം ഭരണവർഷം യൂദാ രാജാവായ യഹോഷാഫാത്തിൻ്റെ പുത്രൻ യഹോറാം ഭരണമേറ്റു. അപ്പോൾ അവന് 32 വയസ്സുണ്ടായിരുന്നു. അവൻ 8 കൊല്ലം ജെറൂസലമിൽ ഭരിച്ചു. ആഹാബിൻ്റെ ഭവനം ചെയ്തതുപോലെ തന്നെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു. കാരണം ആഹാബിൻ്റെ പുത്രിയായിരുന്നു അവൻ്റെ ഭാര്യ. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും കർത്താവ് തൻ്റെ ദാസനായ ദാവീദിനെ പ്രതി യൂദായെ നശിപ്പിച്ചില്ല. കാരണം അവനും അവൻ്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോകുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അവൻ്റെ കാലത്ത് ഏദോം യൂദായുടെ കീഴിൽ നിന്ന് ഭിന്നിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു. അപ്പോൾ യഹോറാം രഥങ്ങളോടുകൂടി സയീറിലേക്ക് കടന്നു. രാത്രിയിൽ അവനും രഥസൈന്യാധിപന്മാരും തങ്ങളെ വളഞ്ഞ ഏദോമ്യരെ ആക്രമിച്ചു. യൂദാ സൈന്യം തോറ്റു പിൻവാങ്ങി. അങ്ങനെ ഏദോം യൂദായുടെ ഭരണത്തിൽ നിന്ന് ഇന്നോളം വിട്ടുനിൽക്കുന്നു. ലിബ്നായും കലഹിച്ചു. യഹോറാമിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോറാം മരിച്ചു. പിതാക്കന്മാരോടൊപ്പം ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ അഹസ്യ ഭരണമേറ്റു. ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ പുത്രൻ യോറാമിന്റെ 12-ാം വർഷം യൂദാ രാജാവായ യഹോറാമിന്റെ പുത്രൻ അഹസ്യ വാഴ്ച ആരംഭിച്ചു. അപ്പോൾ അഹസ്യായിക്ക് 22 വയസ്സായിരുന്നു. അവൻ ജെറൂസലമിൽ 1 വർഷം ഭരിച്ചു. അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ. അവൾ ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രിയായിരുന്നു. അഹസ്യ ആഹാബിൻ്റെ വഴികളിൽ നടന്നു. ആഹാബിൻ്റെ ഭവനം ചെയ്തിരുന്നത് പോലെ കർത്താവിൻ്റെ മുമ്പിൽ അവനും തിന്മ ചെയ്തു. കാരണം ആഹാബിൻ്റെ ഭവനത്തോട് അവൻ വിവാഹം വഴി ബന്ധപ്പെട്ടിരുന്നു. അവൻ സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹാബിൻ്റെ പുത്രൻ യോറാമിനോടുകൂടെ റാമോത്ത് ഗിലെയാദിൽ പോയി. അവിടെ വെച്ച് സിറിയക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റാമായിൽ വെച്ച് സിറിയക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താൻ യോറാം രാജാവ് ജസ്രയേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യഹോറാമിന്റെ പുത്രൻ അഹസ്യ അവനെ സന്ദർശിക്കുന്നതിന് ജസ്രയേലിൽ ചെന്നു. രണ്ട് രാജാക്കന്മാർ അധ്യായം 9. ഏലീഷ പ്രവാചകൻ പ്രവാചകഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, അരമുറുക്കി ഒരു പാത്രം തൈലമെടുത്ത് റാമോത്ത് ഗിലെയാദിലേക്ക് പോവുക. അവിടെ എത്തി നിംഷിയുടെ പൗത്രനും യഹോഷാഫാത്തിന്റെ പുത്രനുമായ യേഹുവിനെ അന്വേഷിക്കുക. അവനെ ഒറ്റയ്ക്ക് പുള്ളറയിലേക്ക് വിളിച്ചുകൊണ്ടുപോവുക. അവൻ്റെ തലയിൽ തൈലമൊഴിച്ചുകൊണ്ട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്നു ഓടുക. പ്രവാചകഗണത്തിൽപ്പെട്ട ആ യുവാവ് റാമോത്ത് ഗിലെയാദിലേക്ക് പോയി. അവൻ അവിടെ ചെന്നപ്പോൾ സൈന്യാധിപന്മാർ സഭ കൂടിയിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, സേനാധിപനെ ഒരു സന്ദേശം അറിയിക്കാനുണ്ട്. യേഹു ചോദിച്ചു, ഞങ്ങളിൽ ആർക്കാണ് സന്ദേശം? അവൻ പറഞ്ഞു, സേനാധിപ, അങ്ങയ്ക്ക് തന്നെ. അവൻ എഴുന്നേറ്റ് വീട്ടിനുള്ളിലേക്ക് കടന്നു. യുവാവ് തൈലം അവൻ്റെ ശിരസിലൊഴിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു. നീ നിന്റെ യജമാനനായ ആഹാബിൻ്റെ ഭവനത്തെ നശിപ്പിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ പ്രവാചകന്മാരുടെയും മറ്റു ദാസന്മാരുടെയും രക്തത്തിന് ജസബലിനോട് പ്രതികാരം ചെയ്യും. ആഹാബ് ഗൃഹം നശിക്കും. ആഹാബിൻ്റെ ഭവനത്തിന് ഇസ്രായേലിൽ ഉള്ള സ്വതന്ത്രനോ അടിമയോ ആയ
സകല പുരുഷന്മാരെയും ഞാൻ സംഹരിക്കും. ആഹാബിൻ്റെ ഭവനത്തെ നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാമിൻ്റെ ഭവനം പോലെയും അഹിയായുടെ പുത്രനായ ബാഷായുടെ ഭവനം പോലെയും ആക്കി തീർക്കും. ജെസബെലിനെ നായ്ക്കൾ ജസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഭക്ഷിക്കും. ആരും അവളെ സംസ്കരിക്കുകയില്ല. അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹു തൻ്റെ യജമാനൻ്റെ സേവകന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു, എന്താണ് വിശേഷം? ആ ഭ്രാന്തൻ എന്തിനാണ് നിന്റെ അടുത്ത് വന്നത്? അവൻ പ്രതിവചിച്ചു, അവനും അവൻ്റെ സംസാര രീതിയും നിങ്ങൾക്ക് പരിചിതമാണല്ലോ. അവർ പറഞ്ഞു, അത് ശരിയല്ല, നീ ഞങ്ങളോട് പറയുക. അപ്പോൾ അവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് അവൻ എന്നോട് പറഞ്ഞു. അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു, യേഹു രാജാവായിരിക്കുന്നു. നിംഷിയുടെ പൗത്രനും യഹോഷാഫാത്തിൻ്റെ പുത്രനുമായ യേഹു യോറാമിനെതിരെ ഗൂഢാലോചന നടത്തി. സിറിയ രാജാവായ ഹസായേലിനെതിരെ റാമോത്ത് ഗിലെയാദിൽ യോറാം ഇസ്രായേൽ സൈന്യത്തോടൊത്ത് പാളയമടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ സിറിയ രാജാവായ ഹസായേലുമായുണ്ടായ യുദ്ധത്തിൽ സിറിയക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താനായി യോറാം രാജാവ് ജസ്രയേലിലേക്ക് മടങ്ങി വന്നിരുന്നു. യേഹു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ആണെങ്കിൽ നഗരം വിട്ട് ആരും ജസ്രയേലിൽ പോയി വിവരം പറയാതിരിക്കട്ടെ. അനന്തരം യേഹു തേരിൽ കയറി ജസ്രയേലിലേക്ക് പോയി. യോറാം അവിടെ കിടക്കുകയായിരുന്നു. യൂദാ രാജാവായ അഹസ്യ യോറാമിനെ സന്ദർശിക്കാൻ വന്നിരുന്നു. ജസ്രയേൽ ഗോപുരത്തിലെ കാവൽക്കാരൻ യേഹുവും കൂട്ടരും വരുന്നത് കണ്ട്, ഇതാ ഒരു സംഘം എന്ന് പറഞ്ഞു. ഒരു കുതിരക്കാരനെ അയച്ച് സമാധാനപരമായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുക എന്ന് യോറാം പറഞ്ഞു. അങ്ങനെ ഒരുവൻ അവരുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പുറപ്പെട്ടു. അവൻ പറഞ്ഞു, സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹു പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്ത് ബന്ധം? എൻ്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ യോറാമിനോട് പറഞ്ഞു, ദൂതൻ അവരുടെ സമീപമെത്തി, എന്നാൽ മടങ്ങി വരുന്നില്ല. രണ്ടാമതും ഒരു കുതിരക്കാരനെ അയച്ചു. അവനും ചെന്ന് പറഞ്ഞു, സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹു മറുപടി പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്ത് ബന്ധം? എൻ്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ വീണ്ടും അറിയിച്ചു. അവൻ അവിടെ എത്തി, എന്നാൽ മടങ്ങുന്നില്ല. നിംഷിയുടെ മകനായ യേഹുവിനെ പോലെ ഉഗ്രതയോടെയാണ് അവൻ രഥമോടിക്കുന്നത്. രഥമൊരുക്കാൻ യോറാം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. ഉടനെ ഇസ്രായേൽ രാജാവായ യോറാമും യൂദാ രാജാവായ അഹസിയായും തങ്ങളുടെ രഥങ്ങളിൽ കയറി യേഹുവിനെ കാണാൻ പുറപ്പെട്ടു. ജസ്രയേൽക്കാരനായ നാബോത്തിന്റെ സ്ഥലത്ത് വെച്ച് അവനെ കണ്ടുമുട്ടി. യോറാം, നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിന്റെ അമ്മ ജസബലിന്റെ വിഗ്രഹാരാധനയും ആഭിചാരവും ഇത്രയധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും? യോറാം കുതിരയെ തിരിച്ച്, അഹസ്യ ഇതാ രാജദ്രോഹമെന്ന് പറഞ്ഞുകൊണ്ട് പലായനം ചെയ്തു. യേഹു യോറാമിനെ സർവശക്തിയോടും കൂടെ വില്ല് വലിച്ച് എയ്തു. അസ്ത്രം അവൻ്റെ തോളുകളുടെ മധ്യേ തുളച്ചു കയറി ഹൃദയം ഭേദിച്ചു. അവൻ തേരിൽ വീണു. യേഹു തൻ്റെ അംഗരക്ഷകൻ ബിദ്കാറിനോട് പറഞ്ഞു, അവനെ എടുത്തുകൊണ്ടുപോയി ജസ്രയേൽക്കാരനായ നാബോത്തിൻ്റെ ഭൂമിയിൽ എറിയുക. ഞാനും നീയും ഇരുവശങ്ങളിലും ആഹാബ് പിന്നിലുമായി സവാരി ചെയ്യുമ്പോൾ കർത്താവ് അവനെതിരെ അരുളി ചെയ്ത വചനം നീ ഓർക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്നലെ ഞാൻ കണ്ട നാബോത്തിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും രക്തമാണ്, ഇവിടെ വെച്ച് തന്നെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും. അതിനാൽ കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവനെ എടുത്തുകൊണ്ടുപോയി അവിടെ എറിയുക. യൂദാ രാജാവായ അഹസ്യ ഇത് കണ്ട് ബേത്ത്ഹഹാൻ ലക്ഷ്യമാക്കി ഓടി. യേഹു പിന്തുടർന്നു, അവനെയും എയ്തു കൊല്ലുക എന്ന് പറഞ്ഞു. തേരോടിച്ചു പോകുന്ന അവനെ ഇബ്ലയാമിന് സമീപമുള്ള ഗൂർ കയറ്റത്തിൽ വെച്ച് അവർ എയ്തു. അവൻ മെഗിദോയിലേക്ക് പലായനം ചെയ്തു, അവിടെ വെച്ച് മരിച്ചു. ഭൃത്യൻ
അവനെ തേരിൽ കിടത്തി ദാവീദിന്റെ നഗരമായ ജെറുസലമിൽ കൊണ്ടുവന്ന് പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അടക്കി. ആഹാബിന്റെ മകനായ യോറാമിന്റെ 11-ാം ഭരണവർഷം അഹസ്യ യൂദായിൽ ഭരണമേറ്റു. യേഹൂ ജസ്രയേലിലെത്തിയെന്ന് ജെസബൽ കേട്ടു. അവൾ കണ്ണെഴുതി മുടിയലങ്കരിച്ച് കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. യേഹൂ പടി കടന്നപ്പോൾ അവൾ ചോദിച്ചു, യജമാന ഘാതക സിമ്രി, നീ സമാധാനത്തിലാ വന്നിരിക്കുന്നത്? അവൻ കിളിവാതിലിലേക്ക് മുഖമുയർത്തി ചോദിച്ചു, ആരാണ് എൻ്റെ പക്ഷത്തുള്ളത്? 2-3 അന്തഃപുര സേവകന്മാർ അവനെ നോക്കി. അവൻ പറഞ്ഞു, അവളെ താഴേക്കെറിയുക. അവർ അങ്ങനെ ചെയ്തു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരപ്പുറത്തും ചിതറി. കുതിരകൾ അവളെ ചവിട്ടിത്തേച്ചു. യേഹൂ അകത്ത് കടന്ന് ഭക്ഷിച്ചു പാനം ചെയ്തു. പിന്നെ അവൻ പറഞ്ഞു, ഇനി ശപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം. അവളെ അടക്കം ചെയ്യണം. അവൾ രാജപുത്രിയാണല്ലോ. സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തികളും അല്ലാതെ അവർ ഒന്നും കണ്ടില്ല. അവർ മടങ്ങി വന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, തൻ്റെ ദാസൻ തിപ്ഷ്യനായ ഏലിയായിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനം ഇതാണ്: ജസ്രയേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജസബലിന്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. ജസബലിന്റെ ജഡം തിരിച്ചറിയാനാവാത്ത വിധം ജസ്രയേലിലെ വയലിൽ ചാണകം പോലെ കിടക്കും. ഇതാണ് ജസബൽ. രണ്ട് രാജാക്കന്മാർ അധ്യായം 10. ആഹാബിന് സമറിയായിൽ 70 പുത്രന്മാരുണ്ടായിരുന്നു. യേഹൂ നഗരാധിപന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ആഹാബിന്റെ പുത്രന്മാരുടെ രക്ഷിതാക്കൾക്കും സമറിയയിലേക്ക് കത്തുകൾ അയച്ചു. നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. തേരുകളും കുതിരകളും സുരക്ഷിത നഗരങ്ങളും ആയുധങ്ങളും നിങ്ങൾക്കുണ്ടല്ലോ. ഈ കത്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ യജമാനന്റെ ഏറ്റവും ഉത്തമനായ പുത്രനെ അവന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ അവരോധിച്ച് യജമാനന്റെ ഭവനത്തിനു വേണ്ടി നിങ്ങൾ പോരാടുവിൻ. ഭയവിഹുലരായ അവർ പറഞ്ഞു, 2 രാജാക്കന്മാർക്ക് അവനെ എതിർത്ത് നിൽക്കാൻ സാധിച്ചില്ല. പിന്നെ നമുക്കെങ്ങനെ കഴിയും? അങ്ങനെ കൊട്ടാര വിചാരിപ്പുകാരനും നഗരാധിപനും ശ്രേഷ്ഠന്മാരോടും രക്ഷിതാക്കളോടും ചേർന്ന് യേഹൂവിന് ഒരു സന്ദേശം അയച്ചു. ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. അങ്ങയുടെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം. ഞങ്ങൾ ആരെയും രാജാവായി വാഴിക്കുകയില്ല. അങ്ങേക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. അപ്പോൾ അവൻ വീണ്ടും അവർക്ക് കത്തെഴുതി, നിങ്ങൾ എൻ്റെ പക്ഷം ചേർന്ന് എന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യജമാനപുത്രന്മാരുടെ ശിരസുകളുമായി നാളെ ഈ നേരത്ത് ജസ്രയേലിൽ എൻ്റെ അടുക്കൽ വരുവിൻ. രാജപുത്രന്മാർ 70 പേരും രക്ഷാകർത്താക്കളായ നഗരപ്രമാണികളോടുകൂടെ ആയിരുന്നു. കത്ത് കിട്ടിയപ്പോൾ അവർ രാജാവിൻ്റെ 70 പുത്രന്മാരെയും വധിച്ച് ശിരസ്സുകൾ കൊട്ടകളിലാക്കി ജസ്രയേലിൽ അവൻ്റെ അടുത്തേക്ക് അയച്ചു. രാജപുത്രന്മാരുടെ ശിരസ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ദൂതൻ അറിയിച്ചപ്പോൾ യേഹൂ പറഞ്ഞു, അവ 2 കൂനകളായി പ്രഭാതം വരെ പടിവാതുക്കൽ വയ്ക്കുക. പ്രഭാതത്തിൽ അവൻ പുറത്തു വന്ന് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നിർദോഷരാണ്. എൻ്റെ യജമാനനെതിരെ ഗൂഢാലോചന നടത്തി അവനെ കൊന്നത് ഞാനാണ്. എന്നാൽ ഇവരെ നിഗ്രഹിച്ചതാരാണ്? ആഹാബ് ഗ്രഹത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്ത വചനങ്ങളിൽ ഒന്നുപോലും വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. കർത്താവ് തൻ്റെ ദാസൻ ഏലിയായിലൂടെ അരുളി ചെയ്തത് നിറവേറ്റിയിരിക്കുന്നു. യേഹൂ ജസ്രയേലിൽ ആഹാബ് ഗ്രഹത്തിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും, അവൻ്റെ ഉറ്റ സ്നേഹിതരെയും പുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി. യേഹൂ അവിടെ നിന്ന് പുറപ്പെട്ട് സമറിയയിലെത്തി. മാർഗമധ്യേ ആട്ടിടയന്മാരുടെ ബെത്തക്കതിലെത്തിയപ്പോൾ
യൂദാ രാജാവായ അഹസിയായുടെ ബന്ധുക്കളെ കണ്ടുമുട്ടി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ അഹസിയായുടെ ബന്ധുക്കളാണ്. ഞങ്ങൾ രാജ്ഞീപുത്രന്മാരെയും മറ്റു കുമാരന്മാരെയും സന്ദർശിക്കാൻ വന്നതാണ്. അവൻ പറഞ്ഞു, അവരെ ജീവനോടെ പിടിക്കുവിൻ. അവർ അവരെ പിടിച്ച് ബെത്തക്കതിലെ കിണറ്റിൻകരയിൽ വെച്ച് വധിച്ചു. അവർ 42 പേരുണ്ടായിരുന്നു. ആരും അവശേഷിച്ചില്ല. യേഹു അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ സന്ദർശിക്കാൻ വരുന്ന റക്കാബിൻ്റെ പുത്രൻ യഹോനാദാബിനെ കണ്ട് മംഗളമാശംസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് എന്നോട് വിശ്വസ്തതയുണ്ടോ? യഹോനാദാബ് മറുപടി പറഞ്ഞു, ഉവ്വ്. യേഹു പ്രതിവചിച്ചു, അങ്ങനെയെങ്കിൽ കൈ തരുക. അവൻ കൈ കൊടുത്തു. ഉടനെ യേഹു അവനെ തൻ്റെ രഥത്തിൽ കയറ്റി. അവൻ പറഞ്ഞു, എന്നോടുകൂടെ വന്ന് കർത്താവിനോടുള്ള എൻ്റെ ഭക്തിയുടെ തീവ്രത കാണുക. അങ്ങനെ അവർ യാത്ര തുടർന്നു. അവൻ സമറിയയിലെത്തിയപ്പോൾ ആഹാബിൻ്റെ ഭവനത്തിൽ അവശേഷിച്ചിരുന്നവരെ സംഹരിച്ചു. കർത്താവ് ഏലിയായിലൂടെ അരുളിച്ചെയ്തത് അങ്ങനെ നിറവേറി. യേഹു ജനത്തെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ആഹാബ് ബാലിനെ കുറച്ചേ സേവിച്ചിട്ടുള്ളൂ, എന്നാൽ യേഹു അവനെ അധികം സേവിക്കും. അതിനാൽ ബാലിൻ്റെ പ്രവാചകന്മാരെയും ആരാധകന്മാരെയും പുരോഹിതന്മാരെയും ഒന്നൊഴിയാതെ എൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടുവിൻ. ഞാൻ ബാലിന് ഒരു വലിയ ബലി സമർപ്പിക്കും. വരാത്തവൻ വധിക്കപ്പെടും. ബാലിൻ്റെ ആരാധകന്മാരെ നശിപ്പിക്കാൻ യേഹു പ്രയോഗിച്ച തന്ത്രമായിരുന്നു ഇത്. യേഹു കൽപ്പിച്ചു, ബാലിന് ഒരു തിരുനാൾ പ്രഖ്യാപിക്കുവിൻ. അവർ അത് വിളംബരം ചെയ്തു. ഇസ്രായേലിലെങ്ങും അവൻ സന്ദേശമയച്ചു. ബാലിൻ്റെ ആരാധകരെല്ലാം വന്നു ചേർന്നു. ആരും വരാതിരുന്നില്ല. അവർ ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. ആലയം നിറഞ്ഞു കവിഞ്ഞു. അവൻ ചമയപ്പുര വിചാരിപ്പുകാരനോട് പറഞ്ഞു, ബാലിൻ്റെ ആരാധകർക്ക് അങ്കികൾ കൊണ്ടുവരുവിൻ. അവൻ അവ കൊണ്ടുവന്നു. തുടർന്ന് യേഹു റക്കാബിൻ്റെ പുത്രനായ യഹോനാദാബുമൊത്ത് ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ ബാലിൻ്റെ ആരാധകരോട് പറഞ്ഞു, ഇവിടെ ബാലിൻ്റെ ആരാധകരല്ലാതെ കർത്താവിൻ്റെ ദാസന്മാർ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുവിൻ. അനന്തരം യേഹു കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്നതിന് ഒരുങ്ങി. അവൻ 80 പേരെ പുറത്തു നിർത്തിയിരുന്നു. അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഏൽപ്പിച്ചു തരുന്ന ആരെയെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നവൻ തൻ്റെ ജീവൻ നൽകേണ്ടി വരും. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞ ഉടനെ യേഹു അംഗരക്ഷകന്മാരോടും സേവകന്മാരോടും പറഞ്ഞു, ഉള്ളിൽ കടന്ന് അവരെ വധിക്കുക. ആരും രക്ഷപ്പെടരുത്. അവർ അവരെ വാളിനിരയാക്കി വെളിയിലെറിഞ്ഞതിന് ശേഷം ബാൽഗ്രഹത്തിൻ്റെ ഉൾമുറിയിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന സ്തംഭം പുറത്തു കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി. അങ്ങനെ ബാലിൻ്റെ ആലയവും സ്തംഭവും നശിപ്പിച്ച് അതൊരു വിസർജന സ്ഥലമാക്കി മാറ്റി. അതിന്നും അങ്ങനെ തന്നെ. അങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു. എന്നാൽ യേഹു നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറിയില്ല. ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന സ്വർണ്ണക്കാളക്കുട്ടികളെ അവൻ ആരാധിച്ചു. കർത്താവ് യേഹുവിനോട് പറഞ്ഞു, നീ എൻ്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിക്കുകയും എൻ്റെ ഇംഗിതമനുസരിച്ച് ആഹാബിൻ്റെ ഭവനത്തോട് വർത്തിക്കുകയും ചെയ്തതിനാൽ നിന്റെ പുത്രന്മാർ 4 തലമുറ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴും. എന്നാൽ യേഹു പൂർണ്ണഹൃദയത്തോടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രദ്ധിച്ചില്ല. ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. അക്കാലത്ത് കർത്താവ് ഇസ്രായേലിൻ്റെ ഭാഗങ്ങളെ വിച്ഛേദിച്ചു തുടങ്ങി. ഹസായേൽ ഇസ്രായേലിനെ അതിർത്തി പ്രദേശങ്ങളിൽ പരാജയപ്പെടുത്തി. കിഴക്ക് ജോർദാൻ മുതൽ ഗിലെയാദ് ദേശം മുഴുവനും ഗാദിൻ്റെയും റൂബൻ്റെയും മനാസയുടെയും പ്രദേശങ്ങളും അർണോന്റെ താഴ്വരയ്ക്ക് സമീപമുള്ള അരോവർ മുതൽ
ഗിലെയാദും ബാഷാനും വരെയും അവൻ കീഴടക്കി. യേഹുവിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേഹു തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു സമറിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ പുത്രൻ യഹോവാഹാസ് ഭരണമേറ്റു. യേഹു സമറിയായിൽ ഇസ്രായേലിനെ ഭരിച്ചത് 28 വർഷമാണ്. Chapter 6. The guild prophets once said to Elisha, "There is not enough room for us to continue to live here with you. Let us go to the Jordan, where by getting 1 beam apiece we can build ourselves a place to live." "Go," Elisha said. "Please agree to accompany your servants," one of them requested. "Yes, I will come," he replied. So he went with them, and when they arrived at the Jordan, they began to fell trees. While one of them was felling a tree trunk, the iron axe head slipped into the water. "Oh, master," he cried out, "it was borrowed." "Where did it fall?" asked the man of God. When he pointed out the spot, Elisha cut off a stick, threw it into the water, and brought the iron to the surface. "Pick it up," he said, and the man reached down and grasped it. When the king of Aram was waging war on Israel, he would make plans with his servants to attack a particular place. But the man of God would send word to the king of Israel, "Be careful, do not pass by this place, for Aram will attack there." So the king of Israel would send word to the place which the man of God had indicated, and alert it. Then they would be on guard. This happened several times. Greatly disturbed over this, the king of Aram called together his officers. "Will you not tell me," he asked them, "who among us is for the king of Israel?" "No one, my lord king," answered one of the officers. "The Israelite prophet Elisha can tell the king of Israel the very words you speak in your bedroom." "Go find out where he is," he said, "so that I may take him captive." Informed that Elisha was in Dothan, he sent there a strong force with horses and chariots. They arrived by night and surrounded the city. Early the next morning, when the attendant of the man of God arose and went out, he saw the force with its horses and chariots surrounding the city. "Alas," he said to Elisha, "what shall we do, my lord?" "Do not be afraid," Elisha answered. "Our side outnumbers theirs." Then he prayed, "O Lord, open his eyes that he may see." And the Lord opened the eyes of the servant so that he saw the mountainside filled with horses and fiery chariots around Elisha. When the Arameans came down to get him, Elisha prayed to the Lord, "Strike this people blind, I pray you." And in answer to the prophet's prayer, the Lord struck them blind. Then Elisha said to them, "This is the wrong road, and this is the wrong city. Follow me. I will take you to the man you want." And he led them to Samaria. When they entered Samaria, Elisha prayed, "O Lord, open their eyes that they may see." The Lord opened their eyes, and they saw that they were inside Samaria. When the king of Israel saw them, he asked, "Shall I kill them, my father?" "You must not kill them," replied Elisha. "Do you slay those whom you have taken captive with your sword or bow? Serve them bread and water. Let them eat and drink, and then go back to their master." The king spread a great feast for them. When they had eaten and drunk, he sent them away, and they went back to their master. No more Aramean raiders came into the land of Israel. After this, Ben-Hadad, king of Aram, mustered his whole army and laid siege to Samaria. Because of the siege, the famine in Samaria was so severe that an ass's head sold for 80 pieces of silver, and a fourth of a cab of wild onion for 5 pieces of silver. One day, as the king of Israel was walking on the city wall, a woman cried out to him, "Help, my lord king." "No," he replied, "the Lord help you. Where could I find help for you? From the threshing floor or the winepress?" Then the king asked her, "What is your trouble?" She replied, "This woman said to me, 'Give up your son that we may eat him today. Then tomorrow we will eat my son.' So we boiled my son and ate him. The next day I said to her, 'Now give up your son that we may eat him.' But she hid her son." When the king heard the woman's words, he tore his garments,
And as he was walking on the wall, the people saw that he was wearing sackcloth underneath, next to his skin. "May God do thus and so to me," the king exclaimed, "if the head of Elisha son of Shaphat stays on him today." Meanwhile, Elisha was sitting in his house in conference with the elders. The king had sent a man ahead before he himself should come to him. Elisha had said to the elders, "Do you know that this son of a murderer is sending someone to cut off my head? When the messenger comes, see that you close the door and hold it fast against him. His master's footsteps are echoing behind him." While Elisha was still speaking, the king came down to him and said, "This evil is from the Lord. Why should I trust in the Lord any longer?" Chapter 7. Elisha said, "Hear the word of the Lord. Thus says the Lord, At this time tomorrow a seah of fine flour will sell for a shekel, and 2 seahs of barley for a shekel in the market of Samaria." But the adjutant on whose arm the king leaned answered the man of God, "Even if the Lord were to make windows in heaven, how could this happen?" "You shall see it with your own eyes," Elisha said, "but you shall not eat of it." At the city gate were 4 lepers who were deliberating, "Why should we sit here until we die? If we decide to go into the city, we shall die there, for there is famine in the city. If we remain here, we shall die too. Come, let us desert to the camp of the Arameans. If they spare us, we live. If they kill us, we die." At twilight they left for the Arameans, but when they reached the edge of the camp, no one was there. The Lord had caused the army of the Arameans to hear the sound of chariots and horses, the din of a large army, and they had reasoned among themselves, "The king of Israel has hired the kings of the Hittites and the kings of the borderlands to fight us." Then in the twilight they fled, abandoning their tents, their horses, and their asses, the whole camp just as it was, and fleeing for their lives. After the lepers reached the edge of the camp, they went first into one tent, ate and drank, and took silver, gold, and clothing from it, and went out and hid them. Back they came into another tent, took things from it, and again went out and hid them. Then they said to one another, "We are not doing right. This is a day of good news, and we are keeping silent. If we wait until morning breaks, we shall be blamed. Come, let us go and inform the palace." They came and summoned the city gatekeepers. "We went to the camp of the Arameans," they said, "but no one was there, not a human voice, only the horses and asses tethered, and the tents just as they were left." The gatekeepers announced this, and it was reported within the palace. Though it was night, the king got up. He said to his servants, "Let me tell you what the Arameans have done to us. Knowing that we are in famine, they have left their camp to hide in the field, hoping to take us alive and enter our city when we leave it." One of his servants, however, suggested, "Since those who are left in the city are no better off than all the throng that has perished, let some of us take 5 of the abandoned horses and send scouts to investigate." They took 2 chariots and horses, and the king sent them to reconnoiter the Aramean army. "Go and find out," he ordered. They followed the Arameans as far as the Jordan, and the whole route was strewn with garments and other objects that the Arameans had thrown away in their haste. The messengers returned and told the king. The people went out and plundered the camp of the Arameans, and then a seah of fine flour sold for a shekel, and 2 seahs of barley for a shekel, as the Lord had said. The king put in charge of the gate the officer who was his adjutant, but the people trampled him to death at the gate, just as the man of God had predicted when the king visited him. Thus was fulfilled the prophecy of the man of God to the king, 2 seahs of barley will sell for a shekel, and 1 seah of fine flour for a shekel at this time tomorrow at the gate of Samaria. The adjutant had answered the man of God, "Even if the Lord were to make windows in heaven, how could this happen?" And Elisha had replied, "You shall see it with your own eyes, but you shall not eat of it." And that is what happened to him, for the people trampled him to death at the gate. Chapter 8. Elisha once said to the woman whose son he had restored to life, "Get ready,
Leave with your family and settle wherever you can, because the Lord has decreed a 7-year famine which is coming upon the land." The woman got ready and did as the man of God said, setting out with her family and settling in the land of the Philistines for 7 years. At the end of the 7 years the woman returned from the land of the Philistines and went out to the king to claim her house and her field. The king was talking with Gehazi, the servant of the man of God. "Tell me," he said, "all the great things that Elisha has done." Just as he was relating to the king how his master had restored a dead person to life, the very woman whose son Elisha had restored to life came to the king to claim her house and field. "My lord king," Gehazi said, "this is the woman, and this is that son of hers whom Elisha restored to life." The king questioned the woman, and she told him her story. With that the king placed an official at her disposal, saying, "Restore all her property to her, with all that the field produced from the day she left the land until now." Elisha came to Damascus at a time when Ben-Hadad, king of Aram, lay sick. When he was told that the man of God had come there, the king said to Hazael, "Take a gift with you and go call on the man of God. Have him consult the Lord as to whether I shall recover from this sickness." Hazael went to visit him, carrying a present and with 40 camel loads of the best goods of Damascus. On his arrival he stood before the prophet and said, "Your son Ben-Hadad, king of Aram, has sent me to ask you whether he will recover from his sickness." "Go and tell him," Elisha answered, "that he will surely recover. However, the Lord has showed me that he will in fact die." Then he stared him down until Hazael became ill at ease. The man of God wept, and Hazael asked, "Why are you weeping, my lord?" Elisha replied, "Because I know the evil that you will inflict upon the Israelites. You will burn their fortresses, you will slay their youth with the sword, you will dash their little children to pieces, you will rip open their pregnant women." Hazael exclaimed, "How can a dog like me, your servant, do anything so important?" "The Lord has showed you to me as king over Aram," replied Elisha. Hazael left Elisha and returned to his master. "What did Elisha tell you?" asked Ben-Hadad. "He told me that you would surely recover," replied Hazael. The next day, however, Hazael took a cloth, dipped it in water, and spread it over the king's face, so that he died. And Hazael reigned in his stead. In the 5th year of Joram son of Ahab, king of Israel, Jehoram son of Jehoshaphat, king of Judah, became king. He was 32 years old when he began to reign, and he reigned 8 years in Jerusalem. He conducted himself like the kings of Israel of the line of Ahab, since the sister of Ahab was his wife, and he did evil in the Lord's sight. Even so, the Lord was unwilling to destroy Judah because of his servant David, for he had promised David that he would leave him a lamp in the Lord's presence for all time. During Jehoram's reign, Edom revolted against the sovereignty of Judah and chose a king of its own. Thereupon Jehoram, with all his chariots, crossed over to Zair. He arose by night and broke through the Edomites when they had surrounded him and the commanders of his chariots. Then his army fled homeward. To this day Edom has been in revolt against the rule of Judah. Libnah also revolted at that time. The rest of the acts of Jehoram, with all that he did, are recorded in the book of the Chronicles of the kings of Judah. Jehoram rested with his ancestors, and was buried with them in the city of David. His son Ahaziah succeeded him as king. Ahaziah, son of Jehoram, king of Judah, became king in the 12th year of Joram, son of Ahab, king of Israel. He was 22 years old when he began his reign, and he reigned 1 year in Jerusalem. His mother's name was Athaliah. She was daughter of Omri, king of Israel. He conducted himself like the house of Ahab, doing evil in the Lord's sight as they did, since he was related to them by marriage. He joined Joram, son of Ahab, in battle against Hazael, king of Aram, at Ramoth-Gilead, where the Arameans wounded Joram. King Joram returned to Jezreel to be healed of the wounds which the Arameans had inflicted on him at Ramah in his battle against Hazael, king of Aram. Then Ahaziah, son of Jehoram, king of Judah, went down to Jezreel to visit him there in his illness.
Chapter 9. The prophet Elisha called one of the guild prophets and said to him, Gird your loins, take this flask of oil with you, and go to Ramoth-Gilead. When you get there, look for Jehu, son of Jehoshaphat, son of Nimshi. Enter and take him away from his companions into an inner chamber. From the flask you have, pour oil on his head, and say, Thus says the Lord, I anoint you king over Israel. Then open the door and flee without delay. The young man, the guild prophet, went to Ramoth-Gilead. When he arrived, the commanders of the army were in session. I have a message for you, commander, he said. For which one of us? Asked Jehu. For you, commander, he answered. Jehu got up and went into the house. Then the young man poured the oil on his head and said, Thus says the Lord, the God of Israel, I anoint you king over the people of the Lord, over Israel. You shall destroy the house of Ahab your master. Thus will I avenge the blood of my servants the prophets, and the blood of all the other servants of the Lord shed by Jezebel, and by all the rest of the family of Ahab. I will cut off every male in Ahab's line, whether slave or free man in Israel. I will deal with the house of Ahab as I dealt with the house of Jeroboam, son of Nebat, and with the house of Baasha, son of Ahijah. Dogs shall devour Jezebel at the confines of Jezreel, so that no one can bury her. Then he opened the door and fled. When Jehu rejoined his master's servants, they asked him, Is all well? Why did that madman come to you? You know that kind of man and his talk, he replied. But they said, Not at all. Come, tell us. So he told them what the young man had said to him, and finally, Thus says the Lord, I anoint you king over Israel. At once each took his garment, spread it under Jehu on the bare steps, blew the trumpet, and cried out, Jehu is king! Thus Jehu, son of Jehoshaphat, son of Nimshi, formed a conspiracy against Joram. Joram, with all Israel, had been besieging Ramoth-Gilead against Hazael, king of Aram, but had returned to Jezreel to be healed of the wounds the Arameans had inflicted on him in the battle against Hazael, king of Aram. If you are truly with me, Jehu said, see that no one escapes from the city to report in Jezreel. Then Jehu mounted his chariot and drove to Jezreel, where Joram lay ill, and Ahaziah, king of Judah, had come to visit him. The watchman standing on the tower in Jezreel saw the troop of Jehu coming, and reported, I see chariots. Get a driver, Joram said, and send him to meet them and to ask whether all is well. So a driver went out to meet him and said, The king asks whether all is well. What does it matter to you how things are? Jehu said, Get behind me. The watchman reported to the king, The messenger has reached them, but is not returning. Joram sent a second driver, who went to them and said, The king asks whether all is well. What does it matter to you how things are? Jehu replied, Get behind me. The watchman reported, The messenger has reached them, but is not returning. The driving is like that of Jehu, son of Nimshi, in its fury. Prepare my chariot, said Joram. When they had done so, Joram, king of Israel, and Ahaziah, king of Judah, set out, each in his own chariot, to meet Jehu. They reached him near the field of Naboth the Jezreelite. When Joram recognized Jehu, he asked, Is all well, Jehu? How can all be well, Jehu replied, as long as the many fornications and witchcrafts of your mother Jezebel continue? Joram reined about and fled, crying to Ahaziah, Treason, Ahaziah! But Jehu drew his bow and shot Joram between the shoulders, so that the arrow went through his heart, and he collapsed in his chariot. Then Jehu said to his adjutant Bidkar, Take him and throw him into the field of Naboth the Jezreelite. For I remember that when we were driving teams behind his father Ahab, the Lord delivered this oracle against him. As surely as I saw yesterday the blood of Naboth and the blood of his sons, says the Lord, I will repay you for it in that very plot of ground, says the Lord. So now take him into this plot of ground, in keeping with the word of the Lord. Seeing what was happening, Ahaziah, king of Judah, fled toward Beth-Hagan. Jehu pursued him, shouting, Kill him too! And they pierced him as he rode through the pass of Gur near Ibleam. He continued his flight as far as Megiddo and died there. His servants brought him in a chariot to Jerusalem and buried him in the tomb of his ancestors in the city of David.
Ahaziah had become king of Judah in the 11th year of Joram son of Ahab. When Jezebel learned that Jehu had arrived in Jezreel, she shadowed her eyes, adorned her hair, and looked down from her window. As Jehu came through the gate, she cried out, "Is all well, Zimri, murderer of your master?" Jehu looked up to the window and shouted, "Who is on my side? Anyone?" At this 2 or 3 eunuchs looked down toward him. "Throw her down," he ordered. They threw her down, and some of her blood spurted against the wall and against the horses. Jehu rode in over her body, and after eating and drinking he said, "Attend to that accursed woman and bury her. After all, she was a king's daughter." But when they went to bury her, they found nothing of her but the skull, the feet, and the hands. They returned to Jehu, and when they told him, he said, "This is the sentence which the Lord pronounced through his servant Elijah the Tishbite. In the confines of Jezreel, dogs shall eat the flesh of Jezebel. The corpse of Jezebel shall be like dung in the field in the confines of Jezreel, so that no one can say, 'This was Jezebel.'" Chapter 10. Ahab had 70 descendants in Samaria. Jehu prepared letters and sent them to the city rulers, to the elders, and to the guardians of Ahab's descendants in Samaria. "Since your master's sons are with you," he wrote, "and you have the chariots, the horses, a fortified city, and the weapons, when this letter reaches you, decide which is the best and the fittest of your master's offspring. Place him on his father's throne, and fight for your master's house." They were overcome with fright, and said, "If 2 kings could not withstand him, how can we?" So the vizier and the ruler of the city, along with the elders and the guardians, sent this message to Jehu: "We are your servants, and we will do everything you tell us. We will proclaim no one king. Do whatever you think best." So Jehu wrote them a second letter: "If you are on my side and will obey me, count the heads of your master's sons, and come to me in Jezreel at this time tomorrow." The 70 princes were in the care of prominent men of the city who were rearing them. When the letter arrived, they took the princes and slew all 70 of them, put their heads in baskets, and sent them to Jehu in Jezreel. "They have brought the heads of the princes," a messenger came in and told him. "Pile them in 2 heaps at the entrance of the city until morning," he ordered. Going out in the morning, he stopped and said to all the people, "You are not responsible, and although I conspired against my lord and slew him, yet who killed all these? Know that not a single word which the Lord has spoken against the house of Ahab shall go unfulfilled. The Lord has accomplished all that he foretold through his servant Elijah." Thereupon Jehu slew all who were left of the family of Ahab in Jezreel, as well as all his powerful supporters, intimates, and priests, leaving him no survivor. Then he set out for Samaria, and at Beth-eked Haruim, on the way, he came across kinsmen of Ahaziah, king of Judah. "Who are you?" he asked. "We are kinsmen of Ahaziah," they replied. "We are going down to visit the princes and the family of the queen mother." "Take them alive," Jehu ordered. They were taken alive, 42 in number, then slain at the pit of Beth-eked. Not one of them was spared. When he had left there, Jehu met Jehonadab, son of Rechab, on the road. He greeted him and asked, "Are you sincerely disposed toward me as I am toward you?" "Yes," replied Jehonadab. "If you are," continued Jehu, "give me your hand." Jehonadab gave him his hand, and Jehu drew him up into his chariot. "Come with me," he said, "and see my zeal for the Lord." And he took him along in his own chariot. When he arrived in Samaria, Jehu slew all who remained there of Ahab's line, doing away with them completely, and thus fulfilling the prophecy which the Lord had spoken to Elijah. Jehu gathered all the people together and said to them, "Ahab served Baal to some extent, but Jehu will serve him yet more. Now summon for me all Baal's prophets, all his worshippers, and all his priests. See that no one is absent, for I have a great sacrifice for Baal. Whoever is absent shall not live." This Jehu did as a ruse, so that he might destroy the worshippers of Baal. Jehu said further, "Proclaim a solemn assembly in honor of Baal." They did so, and Jehu sent word of it throughout the land of Israel.
All the worshippers of Baal, without exception, came into the temple of Baal, which was filled to capacity. Then Jehu said to the custodian of the wardrobe, "Bring out the garments for all the worshippers of Baal." When he had brought out the garments for them, Jehu, with Jehonadab son of Rechab, entered the temple of Baal, and said to the worshippers of Baal, "Search and be sure that there is no worshipper of the Lord here with you, but only worshippers of Baal." Then they proceeded to offer sacrifices and holocausts. Now Jehu had stationed 80 men outside with this warning, "If one of you lets anyone escape of those whom I shall deliver into your hands, he shall pay life for life." As soon as he finished offering the holocaust, Jehu said to the guards and officers, "Go in and slay them. Let no one escape." So the guards and officers put them to the sword and cast them out. Afterward they went into the inner shrine of the temple of Baal, took out the stele of Baal, and burned the shrine. Then they smashed the stele of Baal, tore down the building, and turned it into a latrine, as it remains today. Thus Jehu rooted out the worship of Baal from Israel. However, he did not desist from the sins which Jeroboam, son of Nebat, had caused Israel to commit, as regards the golden calves at Bethel and at Dan. The Lord said to Jehu, "Because you have done well what I deem right, and have treated the house of Ahab as I desire, your sons to the 4th generation shall sit upon the throne of Israel." But Jehu was not careful to observe wholeheartedly the law of the Lord, the God of Israel, since he did not desist from the sins which Jeroboam caused Israel to commit. At that time the Lord began to dismember Israel. Hazael defeated the Israelites throughout their territory east of the Jordan, all the land of Gilead, of the Gadites, Reubenites, and Manasseites, from Aroer on the river Arnon up through Gilead and Bashan. The rest of the acts of Jehu, his valor, and all his accomplishments are written in the book of the Chronicles of the Kings of Israel. Jehu rested with his ancestors and was buried in Samaria. His son Jehoahaz succeeded him as king. The length of Jehu's reign over Israel in Samaria was 28 years.